പണിയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അന്യ രാജ്യങ്ങളിലേക്കും അന്യ നാട്ടിലേക്കൊക്കെ വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് അവിടെ അടിമപ്പണി ചെയ്യാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ പേരിൽ കാറ് റെന്റിന് എടുക്കും, അവിടെ അടിച്ചു പൊളിക്കും, എന്നിട്ട് വീണ്ടും പോയി കരയും. ഇങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ അതിനും പോകാണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അധ്വാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണി അവിടെ ചെയ്യുന്ന പണി ഇവിടെ ചെയ്താൽ മതി. വെയിലും മഴയും കൊണ്ട് പണിയെടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം. AC റൂമിൽ ഇരുന്നവർക്ക് പറ്റില്ല. തയ്യാറുള്ളവർക്ക് വീട്ടിൽ പറമ്പില്ല അല്ലെങ്കിൽ വില സ്ഥലങ്ങളൊക്കെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ തയ്യാറാണെങ്കിൽ സുഖമായിട്ട് മുന്നോട്ട് ജീവിക്കാം. നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂമല പറമ്പായി എന്ന പ്രദേശത്താണ്. ഇവിടെ 2 ഏക്കർ വരുന്ന സ്ഥലത്ത് 2 വർഷമായി വിപുലമായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്ന പ്രവീൺ എന്ന കർഷകനെ പരിചയപ്പെടാം. നമസ്കാരം, ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം. നമ്മൾ പ്രധാനമായും പച്ചക്കറികൾ, സീസണൽ പച്ചക്കറികൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കൃഷിയിലേക്ക്, പച്ചക്കറി കൃഷിയിലേക്ക് വരാനുള്ള കാരണം? പച്ചക്കറി കൃഷിയിലേക്ക് വരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വർക്ക്ഷോപ്പ് ഫീൽഡായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നിർത്തി. നമ്മൾ വീണ്ടും ഇതിലേക്ക് നമുക്ക് നാട്ടിൽ നിന്ന് മാറിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എനിക്ക് പണ്ട് VHSC ഞാൻ അഗ്രികൾച്ചർ ബേസ് ഉണ്ട്. എനിക്ക് കുറേശ്ശൊക്കെ വീട്ടിൽ പണ്ട ചെയ്ത് നമുക്ക് അനുഭവങ്ങളുണ്ട്. ജസ്റ്റ് സാമ്പിൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ ആൾക്കാർ മേടിക്കുന്നു നമ്മുടെ കയ്യിൽ നിന്ന് കണ്ടമാനം. പിന്നെ നമ്മളിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ചെമ്പുകാവിലെ കൃഷിഭവൻ്റെ അണ്ടറിലുള്ളത് ചന്തയിൽ വെള്ളിയും ചൊവ്വയും ദിവസങ്ങൾ കൊടുക്കുന്നു. അതേപോലെ 80% പച്ചക്കറി അവിടെയാണ് പോകുന്നത്. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 3-4 കൃഷിഭവനിൽ ഇക്കോ ഷോപ്പിൽ ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് കൊടുക്കാൻ സാധനം സ്റ്റോക്ക് ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വീണ്ടും കയറുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മാന്യമായ റേറ്റാണ് നമുക്ക് ചെമ്പുകാവിൽ കിട്ടുന്നത്. അതായത് ഇപ്പോൾ എല്ലാ കർഷകരും കൃഷി ഓണം വിഷു മാർക്കറ്റ് ചിന്തിച്ചിട്ടാണ്. അന്നേരം നമ്മൾ കൃഷിഭവൻകാർ നമുക്കൊരു ഇതിട്ടിട്ട് നമുക്ക് പൈസ കൂടുതൽ തരും. പക്ഷേ നമ്മുടെ ചെമ്പുകാവ് മാർക്കറ്റ് അങ്ങനെയല്ല. എല്ലാ ഓണം എല്ലാ ദിവസവും നമുക്ക് പച്ചക്കറി ഉണ്ടെങ്കിൽ എന്നും നമുക്ക് ഓണം വിഷയം ചെയ്യണം. മാന്യമായ റേറ്റുമാണ്, നല്ല കസ്റ്റമേഴ്സാണ്, നല്ല ഡീലിംഗാണ്. നമ്മൾ പരമാവധി അവിടേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നുള്ളൂ. പ്രിസിഷൻ ഫാമിംഗ് എന്നൊരു മെത്തേഡാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? എങ്ങനെയാണ് നമുക്കത് ചെലവ് ചുരുങ്ങിയ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്? ചെലവ് ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. ഇപ്പോൾ എൻ്റെ ഈ പറമ്പിൽ തന്നെ ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത് ഇത്രയൊന്നും വരില്ല, പക്ഷേ ഓരോ സെക്ഷൻ വാല് വെച്ച് തിരിച്ചേക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഘടന അങ്ങനെയാണ്. സാധാ ഫ്ലാറ്റ് സ്ഥലത്ത് ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് വെള്ളം പ്രഷർ ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ നേരിട്ട് കുഴൽക്കിണറിൽ നിന്ന് ടാങ്ക് ഒന്നും വേണ്ട, നേരെ പൈപ്പ് പമ്പ് ചെയ്ത് വളം വെഞ്ചൂരി വഴി കയറ്റി വിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ നല്ല പൈസ വരും. ഇതിന് 75,000 എനിക്ക് ചിലവേണ്ടി ഇത്ര വേണം ശരിക്കും. ഫസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പൈസ വരും. പക്ഷെ ഇത് ചെയ്ത ഒരു 5 കൊല്ലത്തേക്ക് പിന്നെ നോക്കണ്ട. ചെറിയ കിട പൈപ്പുകളും ഇതൊക്കെ മാറ്റിയാൽ മതി. ഇതൊക്കെ നല്ല ISI മുദ്രകൾ മേടിച്ചിടുക. ഒരു 7 കൊല്ലത്തിൽ ഇരിക്കണം. പിന്നെ എന്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പണി മാത്രമേ ഉള്ളൂ. ഈ ഒരു ബഡ് നിറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ടൈമൊന്നും നിറയ്ക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നൊരു 3-4 കൃഷി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ചെടിയുടെ വളർച്ച കുറയുന്നതനുസരിച്ച് നമ്മൾക്ക് വളങ്ങൾക്ക് പൊളിക്കുള്ളൂ, ഈ ഷീറ്റ് പൊളിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു ഏകദേശം 1 സെന്റ് സ്ഥലമാണ്. ഒരു സെന്റ് ഇല്ല, 40 മീറ്ററാണ് 1 സെന്റ് വരിക. എന്നാലും നമ്മൾ കൃഷിഭവൻ പറയുന്നത് 100 കിലോ ആണ് ജൈവവളം. നമ്മളിതിൽ 200-300 കയറ്റും. ഓരോ തടത്തിനും അത്ര ഉണ്ടാവും. ഒരെണ്ണത്തിൽ ഒറ്റ ടൈം പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എത്ര മാസം ഇതിൽ കൃഷി ചെയ്യാൻ പറ്റും ഒരു തടത്തില്? നമുക്ക് ചിലപ്പോൾ അടുത്ത മെയിലെ പൊളിക്കേണ്ടി വരുള്ളൂ. അത്രയും നമുക്ക് അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നടണം. അപ്പം പയറിട്ടാനും അതിലേക്ക് വീണ്ടും ന്യൂട്രിയൻ്റ് കയറാണ്. നൈട്രജനൊക്കെ ആവുമ്പോൾ വീണ്ടും തിരിച്ചു കയറ്റും. അപ്പം മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം ഇതിനു മുമ്പ് തണ്ണിമത്തട്ട സ്ഥലമാണിത്. ഇത് നമ്മുടെ മാർക്കറ്റിൽ വന്നിരുന്നു ചെമ്പുകാവിൽ. അത് പൊളിച്ചിട്ടില്ല. അതായത് മാർച്ചിൽ ആ തടത്തില് വെണ്ട നട്ടു അതുണ്ട്. വെണ്ടയുണ്ട് തണ്ണിമത്തന്റെ കൂടെ. ഇപ്പൊ നോക്കി അറിയാണ്ട വെണ്ട നിൽക്കണ്ട, ഉണങ്ങി നിൽക്കണ്ട, വെണ്ടയാണത്. ഓരോരുത്തരും വിളവ് കഴിയുന്നതിനനുസരിച്ച് അടുത്തത് വരുന്ന പോലെ വീണ്ടും പയറിട്ടു. ഇതിപ്പോ ചിലപ്പോൾ കഴിഞ്ഞ് ഇതിൽ വെള്ളമുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ ചീരിടും. ചീരിട്ടാൻ ശേഷം പൊളിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 5-8 മാസത്തേക്ക് ഈ തടന്നെ മതി മാക്സിമം യൂസ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റത്തെ മാൻ പവർ വരണുള്ളൂ. ഫസ്റ്റ് നല്ല പണി തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പണിയുണ്ട്, പണിക്കാരൊന്നുമില്ല. നഷ്ടമാണ്. എന്തൊക്കെയാ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ? ഇപ്പൊ നമുക്ക് നിലവിലിപ്പോ ഉള്ളത് പയറ്. ഇത് 3 തരം പയറുണ്ട്. കുറ്റിപ്പയറാണ്. ഇപ്പൊ റെഡ് ലേഡി പപ്പായ, അവിടെ വയലറ്റ്, ബ്രിഞ്ചാള്, പിന്നെ ചീര 7 തരം ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞു. അതിപ്പോ 2 പ്രാവശ്യം പച്ചച്ചീരയുടെ ഈ വലിപ്പത്തിൽ തന്നെ 7 തരം ചീര നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ട് കാണാം. അതിലുണ്ടായിരുന്നു. ഇപ്പൊ നട്ടുപിടിക്കുക. പിന്നെ 3 തരം മിളക്. പിന്നെ അവിടെ അപ്പുറത്ത് അടുത്ത സെക്ഷൻ പപ്പായകള് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മുമ്പിൽ വേണ്ട.
പിന്നെ കുക്കുംബർ ഉണ്ട് അല്ലേ, കുറച്ച് കുക്കുംബർ കുക്കുംബർ ഉണ്ട്, വെണ്ട. 4 തരം കുക്കുംബർ ഇതായിട്ടുണ്ട്. അത് മുളക് എത്ര തരം ഉണ്ട്? 3 തരം ഉണ്ട്. 3 തരം മുളകുണ്ട്. കാന്താരി അടക്കം 4 തരം ഉണ്ട്. പക്ഷെ വിളവ് ഇപ്പൊ 3 തരം 3 തരം ഉണ്ട്. ഞാൻ എല്ലാം ഒരു ക്രോപ്പ് തന്നെ ചെയ്യില്ല, ഒക്കെ വെറൈറ്റി ഇടും. അപ്പൊ നമുക്ക് ഇതൊക്കെ എവിടുന്ന വിത്തൊക്കെ എവിടുന്ന കളക്ട് ചെയ്യണേ? അത് ഓൺലൈനിൽ. ഓൺലൈൻ. ഇതിന് വളം ഒക്കെ ഓൺലൈനാണ്. നമ്മുടെ കടകളുണ്ട്, പക്ഷെ ഇവിടെ നിന്നല്ല പുറത്തുനിന്ന് വരുന്നത്. പിന്നെ അതിൽ എനിക്ക് ഒരാളോട് കടപ്പാടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ചെയ്തിരുന്നു, പക്ഷെ ഈ അടുത്ത് ഞങ്ങൾ പരിചയപ്പെട്ടു നമ്മുടെ ചെമ്പുക്കാവ് കൃഷിഭവൻ മുഖേനയുള്ള ചന്ത മുഖേനയാണ് പരിചയപ്പെട്ടത്. ഒരു മെയിൻ ഒരു നമ്മുടെ ഒരു ചേട്ടനായിട്ട് വരും. ആളുടെ പേര് ബിജു. ഇവിടെയാണ് കൈപ്പറമ്പാണ് ആളിപ്പോ വയ്യാണ്ടിരിക്കുന്ന ആള് കൃഷിയിലൊന്നും ആക്റ്റീവ് അല്ല, വലിയ കാര്യം ചെയ്യണം, നല്ല കൃഷിക്കാരാണ്, ഏക്കറണക്കിന് സ്ഥലം എടുത്ത് ചെയ്യാൻ പോവാണ്. ആളുടെ ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസിന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ എന്റെ അനുഭവം ആളുടെ അനുഭവം കൂടി വെച്ചിട്ടാണ് ഇപ്പൊ ഈ റിസൾട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഞാനിപ്പോ ഒരു കീടം വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ കടയിലേക്കല്ല പോവാ, ഞാൻ നേരെ ഗൂഗിളിൽ അടിക്കും. എന്നിട്ട് ആ കീടത്തിന്റെ പേര് നോക്കിയിട്ട് ഗൂഗിളിൽ എന്ത് മരുന്ന് വരുന്നു, അപ്പൊ നമുക്കറിയാലോ അത്യാവശ്യമൊക്കെ, ആ മരുന്ന് വെച്ചിട്ട് അത് അവിടെ കിട്ടും നോക്കും. ഇപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ചിലത് നമ്മ കൃഷിഭവൻ പറയുന്ന രീതിയിലുള്ള മരുന്നുകൾ അടിക്കാം, എല്ലാം ശരിയാവും. പക്ഷേ നല്ല നല്ല ക്വാളിറ്റിയുള്ള മരുന്നുകൾ മേടിക്കുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് കുറവ്, പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം, ഒരു പ്രശ്നമില്ല. അല്ലാണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ച് ബാൻ ചെയ്ത മരുന്നിലൊന്നും വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും നമുക്ക് ആദായകരമായി തോന്നിയിട്ടുള്ള വിളകൾ ഏതൊക്കെയാണ് പച്ചക്കറിയിൽ? ആദായമെല്ലാം ആദായം തന്നെ. അതിൽ ഏറ്റവും ബെസ്റ്റ് ചീര. അത് മഴക്കാലത്ത് ഞാൻ ഇപ്പോൾ റിസ്ക് എടുത്ത് ചെയ്യണു. നമ്മുടെ കർഷകർ ഇപ്പോൾ ചെയ്യണില്ല, എനിക്ക് റിസ്ക് എടുക്കാൻ തയ്യാറുന്ന ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ റിസ്ക് എടുത്ത് ചെയ്യണു. പിന്നെ മൾട്ടിഷീറ്റ് ആകുമ്പോൾ പറ്റും. യുവാക്കളൊക്കെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ കൃഷിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലമുറയോട് എന്താ പറയാനുള്ളത്? അതായത് പണിയെടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം വരാൻ പറ്റുള്ളൂ, അല്ലാണ്ട് AC റൂമിൽ ഇരിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റില്ല. ഇവിടെ വെയിലും മഴയും നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കാലാവസ്ഥ വെയിൽ വല്ലാണ്ട് ഉച്ചയ്ക്ക് പണിയണമെന്നല്ല പറയാ, നമുക്കറിയാം. മഴക്കാലത്ത് മഴനെ പേടിക്കണ്ട, ഒരു സ്ഥാനം തലയിൽ വെച്ച് കഴിഞ്ഞാൽ സൂര്യ പണിയാവും. ഇടിമിന്നുണ്ടോ നോക്കിയാൽ മതി. നമ്മുടെ ആയിരിക്കുന്നത് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇതൊരു കുഴപ്പമില്ല. ഒരു ഗൾഫിലേക്കും പോകണ്ട, റിലാക്സ് ചെയ്യാം. ഞാൻ തന്നെ മുതലാളി, ഞാൻ തന്നെ തൊഴിലാളി. എനിക്ക് എപ്പോൾ വേണേ വീട്ടിൽ കയറാം, എപ്പോൾ വേണേ പണിക്ക് ഇറങ്ങാം. ടൈം ആരും നിശ്ചയിക്കില്ല. റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ ഫീൽഡ് ഇതാണ്. എനിക്കിതാണ് ബെറ്റർ. ചെറുപ്പക്കാരായ ആൾക്കാർ പറയാനുള്ളത് അധ്വാനിക്കാൻ തയ്യാറുണ്ടാവും, ഇറങ്ങിക്കോ. അല്ലാണ്ട് പണിക്കാരെ വെച്ച് പണിയാൻ തയ്യാറാവരുത്. സ്വന്തം പണിയണം, സ്വന്തം കുറച്ച് അറിവ് വേണം അതിനെപ്പറ്റി. അല്ലാണ്ട് ചെടി നട്ടിട്ട് ചെടിക്ക് അസുഖം വരുമ്പോൾ ഓടിയിട്ട് കാര്യമില്ല. മുന്നേ കൂട്ടി അതിനെപ്പറ്റി ഏകദേശം ഒരു ക്ലാസ് എടുത്ത് അതിൽ പഠിച്ച് ഇല കണ്ട അതിന്റെ രോഗങ്ങളും കീടങ്ങളും കണ്ട അറിയുന്നവർ മാത്രമേ ഇറങ്ങിയിട്ട് കയറുള്ളൂ. അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ മണ്ണ് നമ്മളെ ചതിക്കില്ല. ഇനി നമ്മുടെ തരാൻ പോണത് നമുക്ക് കൃഷിയിൽ നല്ല പൈസയാണ് നമുക്ക്. എന്നുവെച്ചാൽ ആൾക്കാർക്ക് ബോധം വന്നു തുടങ്ങി വിഷമില്ലാത്ത പച്ചക്കറികൾ വേണം എന്നുള്ളത്. അപ്പോൾ അത് കൃഷി വകുപ്പ് പറയണ രീതി. അല്ലാണ്ട് ഇപ്പോൾ 100% ചെയ്യുമ്പോൾ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അത് അനുവദീയമായ അളവുകളുണ്ട്, അത് അടിച്ച് അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചും ധൈര്യമായിട്ട് തിന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സുഖം ജീവിക്കാം. അതൊക്കെ ആൾക്കാർ മാറണം. പിന്നെ വിലയുടെ കേസാണ്. അവർ 30 രൂപയ്ക്ക് ആ സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് 30 രൂപയ്ക്ക് ഇവിടെ കൊടുക്കാൻ പറ്റണില്ല? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് വേറെ രീതിയാണ്. അവർ വെച്ചടിക്കാണ്, സിസ്റ്റമിക് പോയിസൺ വെച്ചടിക്കാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നതൊക്കെ ചിലപ്പോൾ കോണ്ടാക്റ്റ് സാധനങ്ങളാണ്. പക്ഷേ പോയിസൺ തന്നെ 3 തരം ഉണ്ട്. ഹ്യൂമിഗൻസ് ഇപ്പോൾ നിർത്തി നമ്മൾ ഉപയോഗിക്കുന്നില്ല. എലികൾക്കൊന്നും അലുമിനിയം ഫോക്സൈഡ് യൂസ് ചെയ്യുന്നില്ല. കോണ്ടാക്റ്റ് സിസ്റ്റമിക് വെച്ചടിച്ച് കഴിഞ്ഞാൽ അവന് ഒരു മാസത്തിൽ നല്ലൊരു ബാൻ ചെയ്ത സിസ്റ്റമിക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. നമുക്കിവിടെ 3 ദിവസം കൂടുമ്പോൾ നമ്മുടേതായ വ്യൂവറിയും മറ്റു സാധനങ്ങളും ചെയ്യുമ്പം പോരാത്തിന് ഗ്രീൻ എംബിളുള്ള സാധനങ്ങളും വെച്ച് നമ്മൾ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിലവ് കൂടുതല. അപ്പം നമ്മുടെ പച്ചക്കറിക്ക് വില കൂടും. മറ്റേതാവും 3 കിലോ 100 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ സാധനം ചിലപ്പോൾ 1 കിലോ 100 രൂപ. അതാണ് വ്യത്യാസം. അതന്നെ കേസ്. പണിയെടുക്കുന്നവർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അതായത് ഈ കൃഷി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കേസാണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ളവർ വേണം. പണിക്കാരെ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു മണ്ണുണ്ടെങ്കിൽ ഏവർക്കും വളരെ സക്സസ്ഫുള്ളായി തന്നെ കൃഷി ചെയ്യാം എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രവീൺ എന്ന കർഷകൻ. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.